സോ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ലേണിംഗ് സീരീസിൻ്റെ പാർട്ട് 3 ആണെന്ന്. സോ ടുഡേ വി ക്യാൻ ഡിസ്കസ് അബൌട്ട്. എൻ്റെ DM-ൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, ബ്രോ എനിക്ക് ഫോറക്സിലൊന്നും ശരിയാവണില്ല, ഞാൻ ഫ്യൂച്ചേഴ്സിലോട്ട് മാറട്ടെ എന്നുള്ളത്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോറക്സിനേക്കാൾ ഫ്യൂച്ചേഴ്സ് എന്തുകൊണ്ട് ബെറ്റർ ആണ്. ബട്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോറക്സിൽ കൺസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ പേ ഔട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് കൊണ്ട് സിമ്പിളായി കയറാം. അതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ നിങ്ങൾക്ക് ഫോറക്സിൽ ഒരു എഡ്ജ് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരാൾ ഫ്യൂച്ചേഴ്സിക്ക് വന്നു കഴിഞ്ഞാൽ ആട്ടപ്പെട്ടെല്ലാം മുഞ്ചു, അത് ഉറപ്പാണ്. ബിക്കോസ് ഓഫ് CFD പ്രോഫബ്സ് വർക്ക് ചെയ്യണ പോലെയല്ല നമ്മുടെ ഫ്യൂച്ചേഴ്സ് പ്രോഫബ്സ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളെ പോലത്തെ ആൾക്കാർ മിനിമം നമ്മൾ ഫണ്ട് അക്കൗണ്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ ലിറ്ററലി ഒരു $80, $70, $50 പ്രൈസിങ്ങിലേക്കാണ് നമ്മൾ അക്കൗണ്ട്സ് മേടിക്കുക. സോ ആ ഒരു അക്കൗണ്ട് ചൂസ് നമ്മൾ ഫ്യൂച്ചേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഡ്രോ ഡൗൺ എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ആണ്. അത് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടാണ്. നമ്മളെ പ്രോഫിറ്റ് എടുക്കൽ കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഫണ്ട് സ്റ്റേജിലേക്ക് വന്നാൽ കൂടി അതിൽ അവർ ഒബ്ജക്റ്റീവ്സ് കൊടുക്കുന്നുണ്ട്. 5 day 150+ പ്രോഫിറ്റ് എടുക്കണം. അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് പേ ഔട്ട് കിട്ടുള്ളൂ. സോ അല്ലെങ്കിൽ ഒരു ട്രേഡർ കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ സ്ട്രാറ്റജി അത്യാവശ്യം വിൻറേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, സോ അവൻ ഫ്യൂച്ചേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടാവും അവന് സർവൈവ് ചെയ്യാൻ. So that's my intention, but I am talking like Forex is better than futures is better than Forex. So see you soon.